വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ മാളിൽ പോയപ്പോഴേ അത്യാവശ്യം വലിപ്പമുള്ള 2 ബീഫ് സ്റ്റീക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് 2 ബിഗ് റോൾസ് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെരി സിമ്പിൾ. നമ്മളധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാറില്ല. പെപ്പർ പൗഡർ, സാൾട്ട്. 2 വശത്തും നന്നായി പെപ്പർ പൗഡറും അത്യാവശ്യം സാൾട്ടും ചേർത്ത് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ ബീഫിൻ്റെ ഒരു ബാഡ് കുത്ത് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വിനീഗറും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ദാറ്റ്സ് ഇറ്റ്. ഈ വിനീഗർ ചേർക്കുന്നത് കൊണ്ടേ കുറേ നേരം മാറിനേറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. വിനീഗർ ഈസ് എൻ ആസിഡ്. അപ്പോൾ ഇത് കുത്തി തുറന്ന് പോയിക്കോളും. അതിൻ്റെ ഒപ്പം നമ്മുടെ ഉപ്പും കുരുമുളകും കയറിപ്പോയിക്കോളും. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മസാലയൊക്കെ പുരട്ടി കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്, റെഡി ടു കുക്കാണ്. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മുടെ ബീഫ് സ്റ്റീക്ക് അതിലങ്ങോട്ട് വിരിച്ചിടാം. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ബീഫ് ഇവിടെ കിടന്ന് കുക്കാവട്ടെ, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഒരു 2 ടൈപ്പ് വെജിറ്റബിൾസ് തൊലിയൊക്കെ കളഞ്ഞ് ഈ ബീഫ് കുക്കായിക്കൊണ്ടിരിക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വേപ്പറിൽ കിടന്ന് ഇതിൻ്റെ ഒരു സ്മെല്ലിലൊക്കെ കിടന്ന് അതിങ്ങനെ കുക്കായി വരും. അപ്പോൾ അടിപൊളിയായിരിക്കും നമ്മുടെ റോളിലേക്ക്. അപ്പോൾ 2 വെജിറ്റബിളിൽ ഒന്ന് പൊട്ടറ്റോ ആണ്, രണ്ടാമത്തത് ചേനയാണ് കേട്ടോ. ചേന നമ്മുടെ പുത്രൻ്റെ ഫേവറേറ്റാണ് ചേന. സാൻഡ്വിച്ചിലും റോളിലുമൊക്കെ ഈ ചേന കുറച്ച് ഫ്രൈ ചെയ്ത് ചേർക്കുന്നത് കിച്ചുവിന്, അതായത് നമ്മുടെ മകന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊട്ടറ്റോയും ചേനയും ഇങ്ങനെ തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് ഈ കുക്കായി കൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലേവറിൽ കിടന്ന് ആ വേപ്പറിൽ കിടന്ന് കുക്കായി നല്ലൊരു രസികനായിട്ടായിട്ട് മാറിക്കോളും. ബീഫ് കുക്കാവുന്ന ആ വേപ്പറിലും ആ ഓർഡറിലും കിടന്ന് കുക്കാകുമ്പോൾ പിന്നീട് നമുക്ക് വേറെ മസാലാസൊന്നും ആഡ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. റോള് നല്ല അടിപൊളിയായിരിക്കും. വെജിറ്റബിൾസ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് സാൾട്ട് ഇട്ട് കൊടുത്തത്. കുറച്ച് സാൾട്ട് ഇട്ട് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ കുക്കായി കൊണ്ടിരിക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണ്. അവരൊന്ന് മറിച്ചിടുകയും ചെയ്തു. ഇനി സൈഡിലും ഗ്യാപ്സിലൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. മൂടി വയ്ക്കണം, എന്നാലേ ആ വേപ്പർ നമുക്ക് ലോസാവാതെ കിട്ടുള്ളൂ. നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമല്ലേ കുക്കാവാൻ ആ വേപ്പേഴ്സ്. നെക്സ്റ്റ് രംഗം ക്ലീനിങ് ആണേ. അടുത്ത പാർട്ടിസിപ്പൻസിന് ഈ സ്പേസിൽ കയറാനുള്ളതാ. 2 പ്ലേറ്റ് വരാനുണ്ട്. കുബൂസിനെ സെറ്റാക്കി എടുക്കണം. ഇനി പ്ലേറ്റ്സിലേക്ക് 2 ബിഗ് കുബൂസ് വെച്ച് ഇതിലേക്ക് സോസസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്പർ 1 മയോണൈസ്, നമ്പർ 2 ചില്ലി ക്യുമിൻ സോസ്, നമ്പർ 3 ടൊമാറ്റോ സോസ്. ഇനി ഇത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുബൂസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുബൂസ് ഈസ് റെഡി വിത്ത് അപ്ലൈഡ് സോസ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള ബീഫും വെജിറ്റബിൾസും കുക്കായോ എന്ന് നോക്കാം. അവരെ സെറ്റാക്കി എടുക്കാം. ആ മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴുണ്ടല്ലോ മാഷേ, ഹായ് വാ, സ്മെല്ലിങ് ഗുഡ്. വെജിറ്റബിൾസിനെയൊക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇനി ഒരു 5 മിനിറ്റ്സ് കൂടെ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പോൾ വെജിറ്റബിൾസും ബീഫും എല്ലാം സെറ്റായി കിട്ടും. ഒരു 5 മിനിറ്റ്സിന് ശേഷം ഓപ്പൺ ചെയ്യാം.
എല്ലാം സെറ്റാണ്. ആദ്യം തന്നെ നമ്മുടെ സ്റ്റീക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് അതിലിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം. കട്ട് ചെയ്തിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. വെജിറ്റബിൾസിനെല്ലാം ആ ചൂടുള്ള ഭാഗത്തേക്ക് പറക്കി എടുത്തിടണം. ഓക്കെ, ഒന്നുകൂടി മൂടി വയ്ക്കുക ഒരു 3 മിനിറ്റ്സ്. ഈ സമയം നമുക്ക് അടുത്ത ആളായ ക്യാബേജ് ഇല്ലാതെ എന്ത് റോൾ. ക്യാബേജൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ കൂടെ ഒന്നിട്ട് കൊടുക്കാം. ക്യാബേജിലും കുറച്ച് വിനീഗർ സ്പ്രെഡ് ചെയ്യണം കേട്ടോ. സ്മെല്ലും ടേസ്റ്റും മാറി കിട്ടും. വിനീഗർ മാജിക്. ക്യാബേജ് വിനീഗർ മിക്സിലേക്ക് കുറച്ച് സാൾട്ടും ഇട്ട് കൊടുത്തിരുന്നു. ഒരു 3 മിനിറ്റ്സ് കഴിഞ്ഞു. ഓപ്പൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. അഗെയിൻ ക്ലീനിങ്. ഒരു 2 മിനിറ്റ്സിന് ശേഷം വീണ്ടും ഓപ്പൺ ചെയ്യാം. ക്യാബേജൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലിട്ടിട്ട് തന്നെ നമുക്കൊരു ചട്ടകം കൊണ്ട് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ശ്വാസം മുട്ടുണ്ടോ? ചട്ടകം കൊണ്ട് കട്ട് ചെയ്യൽ അത്ര എളുപ്പമല്ല. അപ്പം നമുക്ക് നൈഫ് തന്നെ എടുത്ത് കട്ട് ചെയ്യാം. അല്ലെങ്കിലും കട്ടിങ് ജോബ് നൈഫിനുള്ളതല്ലേ, അത് ചട്ടകം കൊണ്ട് ചെയ്താൽ എങ്ങനെ ശരിയാവാനാ? എല്ലാം സെറ്റാണ്. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണം. ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും, പ്രത്യേക രുചിയും. കുറച്ച് നേരത്തെ യുദ്ധത്തിന് ശേഷം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കുബൂസിലേക്ക് ഇട്ട് കൊടുക്കേണ്ട പാകമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ടിംഗ് ബോർഡൊന്നും മാറ്റിയിട്ടുണ്ട്. ഇത് ബീഫ് ഇരിക്കേണ്ട കട്ടിംഗ് ബോർഡാണ്, അത് വെജിറ്റബിൾസ് ഇരിക്കേണ്ട കട്ടിംഗ് ബോർഡാണ്. ഓക്കെ, ആദ്യം വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, പിന്നെ ബീഫ് ഇട്ട് കൊടുക്കുക, പിന്നെ റോൾ ചെയ്തെടുക്കാം. സോസസ് നേരത്തെ അപ്ലൈ ചെയ്ത് വെച്ചത് കൊണ്ട് കുബൂസിനെ റോൾ ചെയ്തെടുക്കാൻ കുറച്ച് പണിപ്പെട്ടു. അപ്പോൾ അധികം കളിച്ച് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകുന്നത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ റോളാക്കി വെച്ചു. ഈ ഷവർമയും റോളൊക്കെ വന്ന സമയത്ത് ഇത് നോക്കി അന്തം വിട്ടതെന്നൊരു കാലമുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാനാണ്, എന്തൊരു ടേസ്റ്റാണ്. പിന്നെ അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കുബൂസും ഡിഫറെൻറ്റ് ടൈപ്പ് സോസസും നമ്മുടെ വില്ലേജ് മാർക്കറ്റ്സിലൊക്കെ എത്തിയതോടുകൂടെ സംഭവം സിമ്പിളായി. ശരിക്കും നമ്മളെന്താ ഇത്രയും വൈകിപ്പോയത് വിജയ? എല്ലാത്തിനും അതിൻ്റേതായ സമയമില്ലേ ദാസാ? അപ്പോൾ ദാ നമ്മുടെ രണ്ടാമത്തെ റോളും റെഡിയായി. എല്ലാ വീടുകളിലും അമ്മമാരിപ്പോൾ വെക്കേഷൻ ഷെഫ്സ് ആണല്ലോ. കുക്കിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ എനിക്കൊരാൾ കൂട്ടിനിരിപ്പുണ്ടേ. ഇവനാണ് ആദ്യത്തെ പീസ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, എൻജോയ്.